ഹലോ! എല്ലാവർക്കും പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതെ, നമ്മളിന്ന് കുറേ നാളുകൾക്ക് ഒരു ബ്രേക്കിന് ശേഷം സീസൺ 3 എപ്പിസോഡ് 2ലേക്ക് വരികയാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനത്തിനും ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഇങ്ങനെ പെൻഡിങ്ങായി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാനും കുറേ കാര്യങ്ങൾ പെൻഡിങ്ങാക്കി വെച്ചുകൊണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിലിങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് ഓവർലോഡാണെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ മാറ്റിവെച്ച് അങ്ങനെ കുറേ സമയമൊക്കെ കളയാറുണ്ട്. അല്ല ഇത് പിന്നത്തേക്ക് മാറ്റി വെക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നത്തേക്ക് മാറ്റി വെക്കാം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ ഒരു സംഗതി വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഒത്തിരി ഒരു ഡിലേ വരും. എനിവേ, ഇന്ന് ഒരു ദിവസം ഞാൻ ഓർത്തു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പേടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് പലരും ഫൈറ്റ് ചെയ്യുന്നൊരു സംഗതിയാണ് ഫിയർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ. ഈ ഒരു ഫാക്ടർ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനും. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇത്ര സ്റ്റേണായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് എത്തിയതാണ്. ഐ ട്രൈൻ മൈസെൽഫ്. ആ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. കാരണം പല കാര്യങ്ങളും ഇങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യാറുണ്ട്. എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നതായ കാര്യങ്ങളൊക്കെ ഈ ഫിയേഴ്സിനൊക്കെ കാരണമാകും. അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഓൺ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഭയം ഉണ്ടാകാം. പക്ഷെ സാധാരണ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ സ്വിമ്മിങ്ങിന് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചിലർക്ക് ഹൈറ്റ്സിൽ പോകുന്നത്, ചിലർക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്, ഇതൊക്കെ പേടിയായിരിക്കും. ചിലർക്ക് ബോട്ടിൽ പോകുന്നത്, കടൽ കാണുന്നതൊക്കെ പേടിയായിട്ടുണ്ടാകും. പക്ഷെ എന്നാലും ഒരു സിമ്പിൾ കുറേ കാര്യങ്ങൾ, നമുക്ക് ശ്രദ്ധിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി വരുമ്പോൾ, അല്ലെങ്കിൽ ഫിയർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമുക്ക് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ടേക്ക് ടൈം ഔട്ട് എന്നൊക്കെ പറയുന്നത് പോലെ. ആ ഒരു ഡിസ്ട്രാക്ഷൻ, നമുക്കിപ്പം ഇഷ്ടമുള്ള ബുക്സ് വായിക്കുമോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കുമോ, ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ചുമ്മാ ഒന്ന് മാറി നിന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകണം, നമ്മൾ പെട്ടെന്ന് ഒരു ആങ്സൈറ്റി പോലെയോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് പോലെയൊക്കെ നമുക്ക് ആ ഒരു വരുവാന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ കുറച്ച് സമയത്തേക്കൊന്ന് മാറി നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചോ, അങ്ങനെ ഒരു റിലാക്സിങ് ആയിട്ടുള്ള കുറച്ച് മ്യൂസിക്കൊക്കെ കേട്ട് ടേക്ക് എ ഡീപ് ബ്രത്ത്, അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറേയൊക്കെ നമ്മളുടെ ആ ഒരു സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഫിയറിനെ നമുക്കൊന്ന് കാം ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ശരിക്കും ഒരു പാനിക്കായിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് ഒരു പേടി പോലെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡീപ് ബ്രത്ത്സ്, നമ്മൾ നല്ല രീതിയിൽ ഡീപ് ബ്രീതിങ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ കൗണ്ടിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു മടിയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പേടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മടി പിടിച്ച് നിൽക്കുന്ന ഒരു സംഗതിയുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് സ്വിമ്മിങ് എന്ന് പറയുന്ന സംഗതി എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോഴും അതെ, ഞാൻ സ്വിമ്മിങ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. കാരണം ഈ പണ്ട് വെള്ളത്തിൽ മുങ്ങിയതിൻ്റെ ഒരു ഓർമ്മ കിടക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഫിയർ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്വിമ്മിങ് എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഓസ്ട്രേലിയ വന്നേ പിന്നെ എനിക്ക് തോന്നുന്നു 8 തവണ സോഫാർ ഞാൻ സ്വിമ്മിങ് ലെസൺസിന് ജോയിൻ ചെയ്തിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്ത് എനിവേ ഇപ്പോൾ ഒരു ന്യൂഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോർഡിലോ ഒക്കെ അത്യാവശ്യം കിടന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കിടന്ന് പോകാനൊക്കെയുള്ള ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഹൈഡ്രോഫോബിക്കാണ്. മുഖം നമ്മുടെ വെള്ളത്തിലേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് പേടി തോന്നുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എത്രയൊക്കെ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും വർക്ക് ചെയ്താൽ എനിക്ക് കുറേ ഇമ്പ്രൂവ് ആകാൻ പറ്റും. ആൻഡ് ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. അത് ശരിക്കും ഫേസ് യുവർ ഫിയേഴ്സ് എന്ന് പറയും. അതേപോലെ തന്നെ ശരിക്കും പലപ്പോഴും ചിന്തിക്കുന്നത്, ഏറ്റവും ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ തലയിലേക്ക് കയറി വരും ഓരോ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കിപ്പം ജസ്റ്റ് ഒരു ചെറിയൊരു നെഞ്ചരിച്ചിൽ വരുമ്പോഴത്തേക്കും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു തോന്നലുണ്ടല്ലോ. അതായത് നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യാന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദയവേത് ആർക്കെങ്കിലും നെഞ്ചുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോകാൻ മറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ് കേട്ടിട്ട് അത് ഓവർ തിങ്കിങ് ആണെന്ന് കരുതിയിരുന്ന് ആരും ഹെൽപ്പ് തേടാണ്ടിരുന്നേക്കരുത്. പക്ഷെ നമ്മൾ കുറേ സ്ട്രെസ് അടിക്കുമ്പോഴത്തേക്കും, നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് കുറേ ചിന്തിച്ച് കൂട്ടുമ്പോഴത്തേക്കും ആണ് കൂടുതൽ ഇത് വരും. അപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫിയർ ഫാക്ടർ വന്നിട്ട് നമുക്ക് ശരിക്കും ആ ഫിയർ നമ്മളിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും.
അപ്പം അതിന് പകരം നമ്മൾ ആ ഒരു കുറേ നമ്മളുടെ ആ ഒരു തിങ്കിങ് പ്രോസസ്സിന് ഒരു കൺട്രോൾ വരുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കത് അതൊരു നല്ലൊരു ടെക്നിക്കാണ്. അതിന് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബുക്സ് റീഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഇപ്പം നമ്മൾ ചിലർക്ക് ലിഫ്റ്റിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പേടിയായിരിക്കും. എക്സാമ്പിൾ, എനിക്ക് ലിഫ്റ്റിൽ കയറാൻ പേടിയാണെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഉള്ള ഒരു ദിവസമാണ്. ആ സുഹൃത്തിന് ലിഫ്റ്റിൽ കയറാൻ പേടിയാന്നുള്ള കാര്യം എനിക്ക് അറിയാം. എങ്ങനെയായിരിക്കും ഞാൻ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്? അന്നേരം ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ബെറ്ററായിട്ട്, അതായത് നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കണം. പിന്നെ നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമല്ല. കാരണം നമ്മുടെ ലൈഫിലൊക്കെ ഒത്തിരി സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ആരും പെർഫെക്റ്റ് ആയിരിക്കത്തൊന്നുമില്ല. നമ്മൾക്ക് ചില ദിവസങ്ങളെല്ലാം അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി മെസ്സി ആയിട്ടും കാര്യങ്ങളൊക്കെ, അത് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഡേയ്സ് ആർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഡേ ട്രൈ ചെയ്യുക. ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല കുളിയൊക്കെ പാസ്സാക്കി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നെക്സ്റ്റ് ഡേ ചിയറപ്പായിട്ട് ഒന്ന് നടക്കാനൊക്കെ പോയതിന് ശേഷം ജോലിക്കൊക്കെ പോയി എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യുക. അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം സ്മൂത്തായിട്ട് പോകും. കാരണം നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ട്. ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ പാറ്റേൺ നമുക്കുണ്ടെങ്കിൽ തന്നെ, അല്ലെ ഹെൽത്തി ആയിട്ടൊക്കെ ഈറ്റ് ചെയ്ത് നമ്മൾ അങ്ങനത്തെ ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു ആക്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേയേറെ കാര്യങ്ങളിൽ ഫോക്കസ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ചിലപ്പം നമ്മൾ ഓവർ തിങ്കിങ് വരുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കളിച്ച് നടന്നതും, അല്ലെങ്കിൽ നമ്മുടെ കസിൻസും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച്, ഇപ്പം പണ്ട് എൻ്റെ കുട്ടിക്കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറുപന്ത്, തലപ്പന്ത്, ക്രിക്കറ്റ് കളി, സാറ്റ് കളി, പരമ്പൊടിക്കും, മാവേക്കേറ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഒരു തോട്ടത്തിൽ നിന്ന് അടുത്ത തോട്ടത്തിലേക്ക് പോയി 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 നമ്മളിങ്ങനെ പൊക്കോണ്ടേയിരുന്നു. അപ്പം ഇങ്ങനത്തെ നല്ല നല്ല മെമ്മറീസ് ഒക്കെ ഓർത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പെട്ടെന്ന് അങ്ങോട്ട് കാം ഡൗൺ ആവും. പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ കോളേജ് ലൈഫ്, അല്ലെങ്കിൽ സ്കൂൾ ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ചില മൊമെന്റ്സ്, ഇതൊക്കെ ഓർക്കുക. കാരണം നേരം നമുക്ക് മനസ്സ് കുറേ കാം ഡൗൺ ആക്കാൻ പറ്റും. നമ്മുടെ ഫിയേഴ്സിനെയൊക്കെ കുറച്ചൊന്ന് ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ടോക്ക് ടു സമ്മൺ. അതിൻ്റെ റൈറ്റ് ഹെൽപ്പ് തേടുക എന്നുള്ളതാണ്. കാരണം ഒത്തിരി മനുഷ്യർ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളാണ് ആങ്സൈറ്റി, സ്ട്രെസ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് ഹെൽപ്പ് തേടുക, ഒരു തെറാപ്പിസ്റ്റിനെ കാണുക. അതേപോലെ തന്നെ ഓരോ രാജ്യത്തും അതിൻ്റെതായ ഹെൽപ്പ് ലൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതുവഴി നമ്മൾ എന്തൊക്കെ സർവീസസ് ആണ് നമ്മുടെ ചുറ്റിലുള്ളത് അത് യൂസ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ ലോക്കൽ ഡോക്ടറെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകാനൊക്കെ റെഫറൽ ലെറ്ററും കാര്യങ്ങളും ഒക്കെ കിട്ടും. ശരിക്കും ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഡ്രഗ്സിനും ആൽക്കഹോളിനൊക്കെ ഒരു അഡിക്ഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഒരു ഗുഡ് നൈറ്റ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹായിക്കും. പക്ഷേ സബ്സ്റ്റൻസ് അബ്യൂസ് ഒരിക്കലും അതിനുള്ള ഒരു ആൻസർ അല്ല. ഇഫ് യു നോട്ട് ഗെറ്റിംഗ് ഗുഡ് നൈറ്റ് സ്ലീപ്പ് ഡ്യൂ ടു സ്ട്രെസ് ഓർ ആങ്സൈറ്റി, തീർച്ചയായിട്ടും ഹെൽപ്പ് തേടുക. അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ, ഹെൽത്തി മീൽ, റൈറ്റ് ഓൺ ടൈം, അതൊക്കെ കഴിച്ച് ഒരു വോക്കിന് പോവുക, ഒരു നേച്ചർ വോക്ക്, അല്ലെങ്കിൽ ഒരു ഡ്രൈവിന് പോവുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി നല്ലൊരു മീൽ കഴിക്കുക. ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ കൂടെ പോയി ഒരു നല്ല മീൽസ് ഒക്കെ കഴിക്കുക. അതൊക്കെ നമുക്ക് മനസ്സിന് സൂതിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് തരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കുറേ നമ്മളുടെ ഫിയേഴ്സ്, കുറേ സ്ട്രെസ് ഫാക്ടേഴ്സ് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി കളയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും മറന്നുപോകും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ സെൽഫ് ലവ്, സെൽഫ് റിവാർഡിങ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടി എന്താണ് ഒരു റിവാർഡിങ് ആയിട്ട്, ഓക്കെ ഞാൻ ഇന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ വേണ്ട ഞാനൊന്ന് നടക്കാൻ പോയി ഞാനൊരു 5 കിലോമീറ്റർ ഇന്നത്തെ ദിവസം നടന്നിട്ട് ഞാൻ വരുന്ന വഴി ഓക്കെ എനിക്ക് എന്നെ റിവാർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന ഒരു കോഫി ഷോപ്പിൽ കയറി ഒരു കപ്പ് കോഫി വാങ്ങിച്ചു കുടിക്കുക, കൂടെ ഒരു പീസ് എന്തെങ്കിലും ഒരു ചെറിയൊരു കേക്കോ, അല്ലെങ്കിൽ അത് കേക്ക് കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഷുഗർ കൂടുതലാണെന്നുണ്ടെങ്കിൽ കേക്കൊന്നും കഴിക്കണ്ട, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഷുഗർ അൺനെസസറി സംഗതിയാണ്. ഇല്ലെങ്കിൽ വേണ്ട കോഫി കുടിച്ചാൽ മതി. ഇതൊന്നും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഷോപ്പിങ്ങിന് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു റാൻഡം ഐറ്റം വാങ്ങിക്കുക, തിരിച്ചു കൊണ്ടുവരിക. സോ ദാറ്റ്സ് റിവാർഡിങ്. വെൻ യു ലുക്ക് അറ്റ് ദാറ്റ് നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതെൻ്റെ റിവാർഡ്, ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിലുള്ള ഒരു റിവാർഡ് എന്നുള്ള രീതിയിൽ. അങ്ങനത്തെ റിവാർഡ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ട് അടിച്ചു പൊളിച്ച് നമ്മളുടെ ആ ഒരു ഫിയർ ഫാക്ടേഴ്സിനെ നമ്മുടെ ലൈഫിൽ നിന്ന് സ്ലോലി ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. അപ്പം ഇന്നത്തെ ദിവസം എനിക്കിതാണ് പറയാൻ തോന്നിയത്. ഹൗ ടു കമ്പാറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഫിയേഴ്സിനെ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം,
എങ്ങനെ നമുക്ക് മുന്നോട്ട് സദായിരം നേടിപ്പോകാം. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു, കാരണം ഇതൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ പറഞ്ഞ് ഞാൻ ഫലിപ്പിച്ചു എന്നുള്ളതാണ്. കുറേ തെറ്റുകളും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും, കാരണം വലിയ സ്ട്രക്ചർ ടോക്കൊന്നും അല്ല. ഇതിലൊന്നും വലിയ ബോധറേഷൻ കൊടുക്കരുത്, കാരണം നമ്മൾ എന്താണോ ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അത് അക്സെപ്റ്റ് ചെയ്യാവുന്നവർ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നവർ ചുറ്റിലും ഉണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം നല്ലൊരു ദിവസം നേരിട്ടോണ്ടെന്ന് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, നേർന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ സീസൺ 3 ഓഫ് പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജിൻ്റെ എപ്പിസോഡ് 2 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ എപ്പിസോഡുകൾക്കായി ഇനിയും കാത്തിരിക്കുക. നിങ്ങൾ ഈ സ്പോട്ടിഫൈയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ദി ഓൺ ഗോയിങ് സപ്പോർട്ട്. ഹാവ് എ ഗുഡ് ഡേ. ബൈ.